അയ്യോ വണക്കം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വരുമ്പോൾ ഞാൻ മാൻഡേറ്ററി ആയിട്ട് എടുക്കുന്ന ഒരു സ്റ്റോറിയുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ചുള്ള സ്റ്റോറി തന്നെയാണ്. ഇവർ നാഴികയ്ക്ക് 40 വട്ടം സവർക്കർ മാപ്പെഴുതി എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ സവർക്കറെ വലിയ രീതിയിൽ ഇകഴ്ത്തി കാണിക്കുന്ന വ്യക്തികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൽ ഇവരെന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഇവരെന്തായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം വേണമല്ലോ. ഇവർ പറയുന്നത് ഞങ്ങൾ സ്വാതന്ത്ര്യ ദിനത്തിൽ പോരാടുകയായിരുന്നു എന്നാണ് പറയുന്നത്. ആർക്ക് വേണ്ടി പോരാടുകയായിരുന്നു, എന്തിനു വേണ്ടി പോരാടുകയായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. എന്തായാലും വേറൊന്നുമില്ല, ശങ്കുട്ടി ദാസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഇത് അദ്ദേഹം വളരെ കാലം മുമ്പ് ഇട്ടതാണ്. പക്ഷേ അതിനിപ്പോഴും ചരിത്രപ്രാധാന്യം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് യവന്മാരെ വെറുക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് കമ്മ്യൂണിസ്റ്റുകാരന്മാരെ വെറുക്കുന്ന ആൾക്കാരാണെങ്കിൽ, കാരണം നുണ മാത്രമേ തുറന്നാൽ പറയാറുള്ളൂ. ഇവന്മാർ ഭരിച്ചിടത്തെല്ലാം പട്ടിണിയും പരിവട്ടമാണ്. ഒരു സ്ഥലത്തും ആൾക്കാർക്കൊന്ന് നേരെ എഴിച്ച് നിന്ന് അധോവായി ഒന്ന് വിടാനുള്ള സെറ്റപ്പ് പോലും അമ്മ അതിനെയാണ് ഭരിച്ച് മുടിച്ച് വെച്ചിരിക്കുന്നത്. അതാണ് നമുക്കറിയാമല്ലോ. നമ്മുടെ ഈ സുജിത്ത് ഭക്തനൊക്കെ ഈ ക്യൂബയിലൊക്കെ പോയി കഴിഞ്ഞപ്പം ക്യൂബയിൽ ഇങ്ങനെ നടക്കാൻ വയ്യ, നടന്ന് പോയി കഴിഞ്ഞാൽ ഈ സിമൻറ്റ് പാളി ഉണ്ടല്ലോ, മുകളിലുള്ള സിമൻറ്റ് പാളി ഇളവി താഴെ വീഴും, തലയിൽ കൂടെ വീഴും. അങ്ങനെ അദ്ദേഹം അവിടെ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെയുള്ള ഏതോ ഒരു വേട്ടാവളിയും വിളിച്ച്, ഹലോ ക്യൂബൻ സർക്കാരല്ലേ, നിങ്ങളുടെ നാടിന് ഒരുത്തം കുറ്റം പറയുന്നുണ്ട്. സ്വന്തം രാജ്യത്തിന് ഒരുത്തം കുറ്റം പറഞ്ഞാൽ ഇത്രയധികം അവന് വിഷമം വരില്ല. ക്യൂബയെ കുറ്റം പറഞ്ഞപ്പോൾ അവനങ്ങ് തേനും പാലും അങ്ങ് ഒഴുകിപ്പോയി, മുത്തങ്ങ് തൊഴിഞ്ഞുപോയി. അങ്ങനത്തെ രീതിയിലാണ്. അപ്പോൾ എന്തായാലും ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനത് ഭംഗിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബ്രിട്ടീഷ് വിരുദ്ധവും നാസി ജർമ്മനിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുമാണ് ഉണ്ടായിരുന്നത്. അതായത് രണ്ടാം ലോക യുദ്ധം അവസാനിക്കുന്ന ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരുടെ കൂടെയായിരുന്നു? ജർമ്മനിയുടെ കൂടെയായിരുന്നു. ജർമ്മനി ആരാണ് ആ സമയത്ത് ഭരിച്ചിരുന്നത്? ഹിറ്റ്ലറാണ്, അഡോൾഫ് ഹിറ്റ്ലർ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാഴികയ്ക്ക് 40 വട്ടം മുക്കിന് വച്ച് ഗീച്ചുന്ന ഫാസിസം, നാസിസം എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഈ ഹിറ്റ്ലർ എന്ന് പറയുന്നത്. ഈ ഹിറ്റ്ലറുടെ കൂടെയായിരുന്നു നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPI എന്ന് പറയുന്ന പാർട്ടി. അവർ ബ്രിട്ടൻ്റെ കൂടെ ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ബ്രിട്ടൻ്റെ കൂടെ അല്ലായിരുന്നു. അവർ നാസിസത്തിൻ്റെ കൂടെയായിരുന്നു, അല്ലെങ്കിൽ ഫാസിസത്തിൻ്റെ കൂടെയായിരുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഇതിന് കാരണമുണ്ടല്ലോ. അത് എന്തുകൊണ്ട് അവർ ബ്രിട്ടീഷ് വിരുദ്ധവും അവർ നാസി പാർട്ടിയോട് അനുകൂലമായിട്ട് നിന്നു, അതായത് ജർമ്മനിയോട് അനുകൂലമായിട്ട് നിന്നു. ബ്രിട്ടീഷ് വിരുദ്ധവും ജർമ്മനിയോട് അവർ അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവർക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലുള്ള നിർണായകമായിട്ടുള്ള പങ്കാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. യുദ്ധം തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ്, അതായത് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് 1939 ഓഗസ്റ്റ് മാസത്തിൽ സോവിയറ്റ് യൂണിയനും നാസി ജർമ്മനിയും തമ്മിൽ പരസ്പരം ആക്രമിക്കാതിരിക്കാനും സഹകരിച്ചു മുന്നേറാനും ലക്ഷ്യം വച്ചുള്ള അനാക്രമണ സന്ധി, നോൺ അഗ്രഷൻ പാക്റ്റിൽ ഒപ്പുവെച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് അവർ നാസി ജർമ്മനിയുടെ കൂടെ നിന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നാസി ജർമ്മനി അന്ന് അനാക്രമണ സന്ധി ഉണ്ടാക്കി റഷ്യയുടെ കൂടെ എന്താണ് ചക്കരയും പീരയും പോലെ ഒട്ടി നിന്നു. അവിടെ കുറച്ചുകൂടെ കൊളോക്കിയലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ജർമ്മനി, അതായത് ഹിറ്റ്ലറും സ്റ്റാലിനും മൂലമായിരുന്നു. അങ്ങനെയാണ് നിന്നിരുന്നത്. അങ്ങനെ നിന്നിരുന്ന ആ ഒരു സാഹചര്യത്തിൽ എന്താണ്, നമ്മുടെ സോവിയറ്റ് റഷ്യയുടെ കൂടെ അദ്ദേഹം ചേർന്ന് നിൽക്കുന്നു. ആര്? ഹിറ്റ്ലർ ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ ഹിറ്റ്ലർ ആരാ? നമ്മുടെ മച്ചമ്പി. അപ്പോൾ ബ്രിട്ടൻ ആരാ? ബ്രിട്ടൻ ഹിറ്റ്ലർക്കെതിരായിരുന്നു. അപ്പോൾ ബ്രിട്ടൻ നമ്മുടെ ശത്രു. അപ്പോൾ ഇതായിരുന്നു ആ ലോജിക്ക് എന്ന് പറയുന്നത്. എന്തായിരുന്നാലും സ്വാഭാവികമായിട്ടും സോവിയറ്റ് യൂണിയൻ്റെ സുഹൃത്തായിട്ടുള്ള നാസി ജർമ്മനി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളുടെയും സുഹൃത്തായിരുന്നു. നാസി ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യുന്ന ബ്രിട്ടൻ അവർക്ക് ശത്രുവുമായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. പക്ഷേ ഇനിയാണ് ട്വിസ്റ്റ് വരുന്നത്. 1941 ജൂൺ 22 ഈ അനാക്രമണ സന്ധി, ഈ നോൺ അഗ്രഷൻ പാക്റ്റ്, ഇത് ലംഘിച്ചുകൊണ്ട് ജർമ്മൻ സൈന്യം എന്ത് ചെയ്തു? റഷ്യ ആക്രമിച്ചു. ജർമ്മൻ സൈന്യം റഷ്യ അങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങി. പക്ഷേ റഷ്യ ആക്രമിച്ച ഇവർക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ, കാരണം റഷ്യയാണല്ലോ ഇവരുടെ മദർലാൻഡ് എന്ന് പറയുന്നത്. റഷ്യ അങ്ങനെ ആക്രമിച്ചപ്പോൾ ഇവിടെയുള്ള ഇവർക്ക് സഹിക്കാൻ പറ്റിയില്ല. ഓപ്പറേഷൻ ബാർബറോസ എന്ന കോഡ് നെയിം നൽകിയിരുന്ന സൈനിക മുന്നേറ്റത്തിലൂടെ അപ്രതീക്ഷിതമായി ജർമ്മനിയുടെ നേതൃത്വത്തിലുള്ള അച്ചുതണ്ട് ശക്തികൾ കിഴക്കൻ സോവിയറ്റ് പ്രദേശങ്ങളിൽ അതിക്രമിച്ച് കടക്കുകയും ഏതാണ്ട് 3000 കിലോമീറ്റർ പിടിച്ചെടുക്കുകയും ചെയ്തു. സഹിക്കാൻ പറ്റില്ല. ജർമ്മനി നോൺ അഗ്രഷൻ പാക്റ്റ് ഭേദിച്ച് റഷ്യ ആക്രമിച്ചിരിക്കുന്നു, 3000 കിലോമീറ്റർ പിടിച്ചെടുത്തിരിക്കുന്നു. ഇതോടെ സോവിയറ്റ് ജർമ്മൻ സഖ്യം തകരുകയും ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുകയും രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതുവരെ 4 കൊല്ലക്കാലവും ഈ യുദ്ധം തുടരുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് മാറി. ജർമ്മനി റഷ്യയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഹിറ്റ്ലർ ആരാണ്? ഹിറ്റ്ലർ ഞങ്ങളുടെ തന്ത. ഈ ഹിറ്റ്ലർ എന്ത് ചെയ്തു? റഷ്യയെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ തന്ത മാറി. കാരണം ഹിറ്റ്ലർ റഷ്യയെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ റഷ്യയെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല, കമ്മ്യൂണിസ്റ്റ് റഷ്യയാണല്ലോ. ആ റഷ്യയെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ ശത്രുവായ ജർമ്മനി
CPIയുടെയും ശത്രുവായി പരിണമിച്ചു. അങ്ങനെ 1941 ജൂൺ മുതൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി നേതൃത്വം നൽകുന്ന അച്ചുതണ്ട് ശക്തികൾക്ക് എതിരാവുകയും ബ്രിട്ടൻ കൂടി ഭാഗമായ സഖ്യകക്ഷികൾക്ക് അനുകൂലമാവുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധം നടക്കുകയാണ്, ജർമ്മനിക്കെതിരായി. അപ്പോൾ ജർമ്മനിക്ക് അനുകൂലമായി നിന്ന CPI എന്ത് ചെയ്തു? ജർമ്മനി റഷ്യ ആക്രമിച്ചതോടുകൂടി ജർമ്മനിക്കെതിരാവുകയും ജർമ്മനിക്കെതിരെയാണ് ബ്രിട്ടൻ എന്നുള്ളത്. ആ ബ്രിട്ടൻ അവർ അനുകൂലമാവുകയും ചെയ്തു. ആ ബ്രിട്ടൻ ആരാണ്? നമ്മൾ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നതാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള നമ്മുടെ രാജ്യത്തെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടൻ ഇവരെന്ത് ചെയ്തു? അനുകൂലമായി. ഇതാണ് അവിടെ നടന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് അടുത്ത മാസം 1941 ജൂലൈയിൽ സോവിയറ്റ് യൂണിയനും ബ്രിട്ടനും സഖ്യത്തിലാവുകയും സൈനിക സഹകരണ കരാറിൽ ആംഗ്ലോ സോവിയറ്റ് എഗ്രിമെൻറ്റ് ഇതിൽ ഏർപ്പെടുകയും ചെയ്തതോടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണമായും ബ്രിട്ടീഷ് അനുകൂല പാർട്ടിയായി മാറി. ജർമ്മനി റഷ്യയെ ആക്രമിച്ച ശേഷം റഷ്യയും ബ്രിട്ടനും സഖ്യത്തിലായി. അങ്ങനെ സഖ്യത്തിലായപ്പോൾ റഷ്യ നമ്മുടെ മറ്റേ തറവാട്ടിലുള്ള റഷ്യ ബ്രിട്ടനുമായിട്ട് സഖ്യത്തിലായി. ബ്രിട്ടൻ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ സാരമില്ല, റഷ്യ ആണല്ലോ നമ്മുടെ തന്ത. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രിട്ടനുമായിട്ട് അനുകൂലമായതുകൊണ്ട്, ബ്രിട്ടനുമായിട്ട് സഖ്യത്തിലായതുകൊണ്ട് തന്നെ ബ്രിട്ടൻ അനുകൂലമായി മാറി. 1941 ഡിസംബർ 15 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ഹിറ്റ്ലറുടെ ഫാസിസമാണ് നമ്മുടെ ഏറ്റവും പ്രധാന ശത്രു എന്നും അമേരിക്കയ്ക്കും ബ്രിട്ടനുമൊപ്പം USSR ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുദ്ധം ലോകത്ത് വിപ്ലവത്തിനുള്ള അടിസ്ഥാന ഫലങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള ജനകീയ യുദ്ധമാണെന്നും എല്ലാ പാർട്ടി മെമ്പർമാരെയും അറിയിച്ചുകൊണ്ടുള്ള റെസല്യൂഷൻ പുറപ്പെടുവിച്ചു. റെസല്യൂഷൻ ഓഫ് ദ പോളിറ്റ് ബ്യൂറോ ഓഫ് CPI dispatched to all party members under the cover of party letter number 56 dated 15 December 1941. അങ്ങനെ അവരെന്ത് ചെയ്തു? വിപ്ലവം വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഇറങ്ങിത്തിരിച്ചു. ഇതിൻ്റെ തുടർച്ചയിലാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള PC ജോഷിയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന റിച്ചാർഡ് ടോട്ടൻഹാമും തമ്മിലുള്ള കുപ്രസിദ്ധമായിട്ടുള്ള കത്തിടപാടുകൾ ആരംഭിക്കുന്നത്. ഈ കത്തിടപാടുകൾ പുറത്തു വന്നതിലൂടെയാണ് ഇതൊക്കെ പുറം ലോകം അറിഞ്ഞത് എന്നുള്ളത് മറ്റൊരു കാര്യം. ആരാണ്? പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള PC ജോഷിയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന റിച്ചാർഡ് ടോട്ടൻഹാമും തമ്മിൽ കുപ്രസിദ്ധമായിട്ടുള്ള കത്തിടപാടുകൾ നടത്തുമായിരുന്നു. ബ്രിട്ടീഷ് ഭരണകൂടത്തുള്ള പാർട്ടിയുടെ മാറിയ നിലപാട് ഔദ്യോഗികമായി ഇവർ ടോട്ടൻഹാമിനെ ബോധിപ്പിക്കുന്ന ജോഷി പുതിയ സാഹചര്യത്തിൽ തങ്ങൾക്ക് മേലുള്ള നിരോധനം പിൻവലിക്കണമെന്നും ജയിലുകളിൽ കഴിയുന്ന പാർട്ടി സഖാക്കളെ മോചിപ്പിക്കണമെന്നും ബ്രിട്ടനെ പരമാവധി സേവിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണം എന്നും യാചിക്കുന്നുണ്ട്. ഇതൊക്കെ PC ജോഷിയുടെ കത്തിലുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ചുമ്മാ അല്ലെങ്കിൽ ഗൂഗിളിൽ ചുമ്മാ സെർച്ച് ചെയ്താൽ ഇതൊക്കെ അതിനകത്ത് നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ സെർച്ച് ചെയ്ത് പോകുമ്പം യഥാർത്ഥത്തിൽ നെഹ്റു ആർച്ചീവിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഇവന്മാരുടെ ഈ നിലപാടൊക്കെ അതിനകത്ത് കാണാനായിട്ട് സാധിക്കും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇനി അതേ തുടർന്ന് 1942 ജനുവരി 10 ടോട്ടൻഹാം ഇന്ത്യയിലെ എല്ലാ പ്രൊവിഷൻ സർക്കാരുകൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് കത്തയക്കുന്നു. അതുകൊണ്ട് എല്ലാ പ്രൊവിഷൻ സർക്കാരുകൾക്കും എന്ത് ചെയ്തു? ടോട്ടൻഹാം എന്ത് ചെയ്തു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തായാലും നമുക്ക് കീഴടങ്ങിയ സാഹചര്യത്തിൽ ഇവരോടുള്ള സമീപനം മാറ്റണം, കാരണം ഇവരിനി നമ്മുടെ ആളാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. 1942 മാർച്ച് മാസത്തിൽ ക്രിപ്സ് മിഷന്റെ ഭാഗമായി ഇന്ത്യ സന്ദർശിക്കുന്ന ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിന്റെ അന്നത്തെ നേതാവും പിന്നീട് ചർച്ചിൽ മന്ത്രിസഭയിൽ മന്ത്രിയുമായിരുന്ന സർ സ്റ്റാർഫോർഡ് ക്രിപ്സിനെ PC ജോഷി നേരിട്ട് കാണുകയും നിരുപാധികമായ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഇതിന്റെ പ്രത്യുപകാരമായി 1942 ഏപ്രിൽ 6 ക്രിപ്സിന്റെ സെക്രട്ടറി PC ജോഷിക്കെതിരെ മുൻപ് പുറപ്പെടുവിച്ചിരിക്കുന്ന അറസ്റ്റ് വാറണ്ട് പിൻവലിക്കാനും അയാൾക്ക് രാജ്യം മുഴുവൻ തടസ്സമില്ലാതെ യാത്ര ചെയ്ത് ബ്രിട്ടൻ അനുകൂലമായി ആശയപ്രചരണം നടത്താനുമുള്ള അവസരം നൽകാനും ആവശ്യപ്പെട്ടു. ഗവർണർ ജനറലിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ഹോം മെമ്പറായിരുന്ന റെജിനാൾഡ് മാക്സ്വെല്ലിനാണ് അന്ന് കത്തയച്ചത് ഇയാൾ. തൊട്ടടുത്ത ദിവസമായിട്ടുള്ള 1942 ഏപ്രിൽ 7 ജോഷിക്കെതിരായിട്ടുള്ള അറസ്റ്റ് വാറണ്ടുകൾ പിൻവലിക്കപ്പെടുന്നു. തുടർന്ന് ജോഷി റെജിനാൾഡ് മാക്സ്വെല്ലിനെ നേരിട്ട് കാണുകയും വീണ്ടും നിരുപാധിക പിന്തുണ ഒരിക്കൽ കൂടി വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് 1942 ഏപ്രിൽ 21 അഡീഷണൽ സെക്രട്ടറി റിച്ചാർഡ് ടോട്ടൻഹാം ജയിലുകളിൽ തടവിൽ കഴിയുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെയും മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ട് പ്രൊവിഷൻ സർക്കാരുകൾക്ക് കത്തയക്കുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ ദയയിൽ എല്ലാ സഖാക്കളും പുറത്തേക്ക് ഇറങ്ങി വരുന്നു വരിയായി. എന്നിട്ടും പാർട്ടി സെക്രട്ടറി ബ്രിട്ടീഷ് പാദസേവ അവസാനിപ്പിക്കുന്നില്ല. ബ്രിട്ടന്റെ യുദ്ധ ഒരുക്കങ്ങൾക്ക് സഹായം നൽകാൻ പാർട്ടി സഖാക്കൾ ഒരുക്കമാണെന്നും സൈനികർക്ക് മാനസികോല്ലാസത്തിന് വേണ്ടി ക്യാമ്പുകളിൽ നൃത്യങ്ങൾ അവതരിപ്പിക്കാൻ വരെ ഞങ്ങൾ കോമ്രേഡുകൾ തയ്യാറാണെന്നുമൊക്കെ അറിയിച്ച് ജോഷി ചറപറ കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു. അതായത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നമ്മൾ നൃത്യങ്ങൾ അവതരിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോഷി കത്തയക്കുന്നത്. ഇതൊക്കെ കത്തിനകത്തുള്ള സംഭവമാണ്.
ഇതിൻ്റെ ഫലമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി നമ്മളൊരു രഹസ്യധാരണയിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നുവെന്ന് വ്യക്തമാക്കി ടോട്ടൻഹാം 1942 മെയ് ജൂൺ മാസങ്ങളിൽ പ്രൊവിഷ്യൻ സർക്കാരുകൾക്ക് വീണ്ടും കത്തയക്കുന്നു. ജൂൺ 8 അയച്ച 4 പേജുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ അവശേഷിക്കുന്ന മുഴുവൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കാനും പാർട്ടിക്കുള്ള നിരോധനം പിൻവലിക്കുന്നതിന് മുന്നോടിയായുള്ള നടപടികൾ സ്വീകരിക്കാനും അഡീഷണൽ സെക്രട്ടറി ആവശ്യപ്പെടുന്നു. 1942 ജൂലൈ മാസത്തിൽ പാർട്ടിക്കുണ്ടായിരുന്ന നിരോധനം അങ്ങനെ ബ്രിട്ടീഷ് സർക്കാർ പിൻവലിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഔദ്യോഗികമായി തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് ബ്രിട്ടീഷുകാരുമായി സഖ്യമുണ്ടാക്കിയ ഈ ചരിത്രം. പാർട്ടിയുടെ ജനകീയ അടിത്തറ നഷ്ടപ്പെടുകയും ബഹുജനങ്ങൾക്കിടയിലെ വിശ്വാസ്യത തകർക്കുകയും ചെയ്ത ചരിത്രപരമായിട്ടുള്ള അബദ്ധമായിട്ടാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ഈ നയത്തെ സ്വാതന്ത്ര്യാനന്തരം പാർട്ടി വിലയിരുത്തിയത്. 1948 ചേർന്ന കൽക്കത്ത കോൺഗ്രസ് PC ജോഷിയെ രൂക്ഷമായി വിമർശിക്കുകയും സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും അടുത്ത വർഷം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കുകയും ചെയ്തത് ഈ നടപടി പേരിലാണ്. പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ മാർച്ച് ഓഫ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് എന്ന പുസ്തകത്തിലും 2020 പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ട്രൈ കോണ്ടിനെന്റൽ എന്ന പഠന ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ 100 Years ഓഫ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന പ്രബന്ധത്തിലും വരെ തുറന്ന് സമ്മതിച്ചിട്ടുള്ളതാണ് ഈ ചരിത്രമൊക്കെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷുകാർക്ക് ദാസ്യവേല ചെയ്തിരുന്ന കാലത്ത് ബ്രിട്ടീഷ് സഹായത്തോടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന പ്രസിദ്ധീകരണങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷുകാർക്ക് അടിമപ്പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖമായിട്ടുള്ള പല പ്രസിദ്ധീകരണങ്ങളും ആരംഭിക്കുന്നത്. ഏതൊക്കെയാണ് ഇനി ആ പ്രസിദ്ധീകരണങ്ങൾ? ആ പ്രസിദ്ധീകരണങ്ങൾ പീപ്പിൾസ് വാർ റൂം എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണമുണ്ട്. അതായത് ബ്രിട്ടനെ മാത്രം പുകഴ്ത്താനുള്ളൊരു പ്രസിദ്ധീകരണം. പിന്നെ ദേശാഭിമാനി 1942 ഇത് ആരംഭിക്കുന്നത്. 1946 വരെ വാരികയായിരുന്ന ദേശാഭിമാനി പിന്നീടാണ് ദിനപത്രമായി മാറുന്നത്. 1964 പാർട്ടി പിളർന്ന ശേഷമാണ് ദേശാഭിമാനി ഇറങ്ങി തുടങ്ങിയത് എന്നാണ് ഇപ്പോൾ ഇവിടെ സഖാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് ചരിത്രത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടും അല്ലെങ്കിൽ ചരിത്രം അവർ വളച്ചൊടിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടും, വളച്ചൊടിച്ച ചരിത്രം നോക്കാനായിട്ട് ആരെങ്കിലും അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ യവന്മാരെന്ത് ചെയ്യും? യവന്മാർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക. അതാണ് ഇവരുടെ പ്രശ്നം എന്ന് പറയാം. മനസ്സിലായില്ലേ? അതാണ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഇവർ ഭയങ്കരമായിട്ട് അങ്ങ് പ്രശ്നം ഉണ്ടാക്കലേ. കാരണം 1947 മുതൽ നരേന്ദ്രമോദി വരുന്നത് വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെയാണ് സഖ്യം ചേർന്നു അല്ലാതെയൊക്കെ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മൊത്തം യവന്മാര സാഹിത്യകാരന്മാരും യവന്മാര രാമചന്ദ്ര ഗുഹ അങ്ങനെയുള്ള ആൾക്കാരെ പോലെയുള്ളവന്മാരെയൊക്കെയാണ് ഇങ്ങനെ തിരികെ കയറ്റി വെച്ചിരിക്കുന്നത്. അവന്മാർ പറയുന്നതാണ് ചരിത്രം. ആ ചരിത്രമാണ് നിങ്ങൾ കേൾക്കുന്നതും പഠിക്കുന്നതും. ആ ചരിത്രം അവന്മാർ വിലയിരുത്തി വെച്ചിരിക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തൊടാതെ വിഴുങ്ങുന്നത്. അങ്ങനെയല്ല ഇങ്ങനെയല്ലേ എന്ന് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല. അങ്ങനെ സ്വാതന്ത്ര്യം എടുത്തു കഴിഞ്ഞാൽ ഇവന്മാർ ഒന്നെങ്കിൽ വട്ടം ചേർന്ന് നിന്ന് കൂവി തോൽപ്പിക്കും, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യും. ഇതാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. ഇനി പാർട്ടി പ്രസിദ്ധീകരണങ്ങളെപ്പറ്റി പാർട്ടി സെക്രട്ടറി ആയിരുന്ന PC ജോഷി തന്നെ റെജിനാൾഡ് മാക്സ്വെല്ലിനോട് പറയുന്നത് ബ്രിട്ടന്റെ യുദ്ധത്തിന് അനുകൂലമായ പൊതുജന വികാരം ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രൊപ്പഗാൻഡ വാർഫെയർ ആണ് അവ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് ബ്രിട്ടനെതിരായി യുദ്ധം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പോലും പീപ്പിൾസ് വാർ ടോജോയെ ചുമക്കുന്ന കഴുത എന്നും ജപ്പാന്റെ ചെരുപ്പ് നക്കിയെന്നും ഗീബൽസിന്റെ വളർത്തുപട്ടിയെന്നും രാജ്യദ്രോഹി എന്നും ഒക്കെ ആക്ഷേപിച്ച് ലേഖനങ്ങളും കാർട്ടൂണുകളും പ്രസിദ്ധീകരിച്ചത്. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫേമസ് ആയിട്ടുള്ള പ്രസിദ്ധീകരണമായിരുന്നു പീപ്പിൾസ് വാർ. ആ പീപ്പിൾസ് വാർ സുഭാഷ് ചന്ദ്രബോസിനെ ജപ്പാന്റെ ചെരുപ്പ് നക്കി എന്നാണ് വിളിച്ചത്. എങ്ങനെ ഇരിക്കും? അവന്മാരാണ് ഇപ്പോൾ കിടന്ന് ഗോ എന്ന് വിളിക്കുന്നത്. ഇനി പാർട്ടി പ്രസിദ്ധീകരണങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന് പാർട്ടിക്കും ബ്രിട്ടനും നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ജോഷി ബ്രിട്ടീഷ് അധികാരികൾക്ക് അയച്ച കത്തിൽ ദേശീയ സുരക്ഷയോടും ദേശീയ ഐക്യത്തോടും കൂറുള്ള ഏക രാജ്യസ്നേഹി സംഘടനയായ ഞങ്ങൾക്ക് കൂടുതൽ പ്രസിദ്ധീകരണങ്ങൾ പുറത്തിറക്കാനുള്ള സഹായം ചെയ്തു തരണം എന്ന് അഭ്യർത്ഥിക്കുന്നത്. ആ കത്തിൽ ജോഷി ആവശ്യപ്പെടുന്നത് പാർട്ടിയുടെ പ്രധാനമായ സ്ഥാപനമായ പീപ്പിൾസ് പബ്ലിഷിംഗ് ഹൗസിന് പ്രതിമാസം 2.5 ടൺ ഡംബിൾ ക്രൗൺ അച്ചടിക്കാനുള്ള സ്പെഷ്യൽ പെർമിറ്റ് തരണമെന്നാണ്. കൽക്കത്തയിലെ നാഷണൽ ബുക്ക് ഏജൻസിക്ക് 75 റീംസ്, ബർവാഡയിലെ പ്രജാശക്തി പബ്ലിഷിംഗ് ഹൗസിന് 75 റീംസ്, മദ്രാസിലെ ജനശക്തി പബ്ലിഷിംഗ് ഹൗസിന് 40 റീംസ്, കോഴിക്കോട് നിന്നുള്ള ദേശാഭിമാനിക്ക് 75 റീംസ്, ലാഹോറിൽ നിന്നുള്ള ജംഗ് ഇ ആസാദിക്ക് 7 റീംസ് എന്നിങ്ങനെ ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങൾ ഇറക്കാനുള്ള അനുവാദത്തിന് ദയനീയമായി കേഴുന്നതും ഈ കത്തിൽ കാണാനായിട്ട് സാധിക്കും. പീപ്പിൾസ് വാർ ഒന്നും പാർട്ടി പ്രസിദ്ധീകരണം പോലുമായിരുന്നില്ല. ബ്രിട്ടന് വേണ്ടി പാർട്ടി ഇറക്കിയുള്ള പ്രസിദ്ധീകരണമായിരുന്നു. ഹവായ് സർവകലാശാലയിലെ ഡോക്ടർ ഗ്യാരി കെ ബുഷ് കൃത്യമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പീപ്പിൾസ് വാർ വാസ് നോട്ട് സിംപ്ലി എ CPI magazine. It was essentially a British sponsored anti-nationalist propaganda magazine run by the Marxist in India on behalf of British India Home Secretary എന്ന്. ബ്രിട്ടീഷ് സർക്കാരിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അച്ചടിച്ച് വിതരണം ചെയ്തിരുന്ന പ്രൊപ്പഗാൻഡ മാഗസീൻ ആയിരുന്നു പീപ്പിൾസ് വാർ. 43-44 കാലത്ത് ബ്രിട്ടന്റെ യുദ്ധനയത്തിന്റെ പ്രത്യാഘാതമായി സംഭവിച്ചതും ഏതാണ്ട് 38 ലക്ഷം പേർ പട്ടിണി
പട്ടിണി കിടന്ന് മരിച്ചതുമായിട്ടുള്ള ബംഗാൾ ക്ഷാമത്തെ പോലും ന്യായീകരിക്കാനും ബ്രിട്ടനെ വെള്ളപൂശാനും പീപ്പിൾസ് വാർ തയ്യാറായിരുന്നു. ഈ വസ്തുതകളെല്ലാം തന്നെ തെളിവുകളും രേഖകളുമായി ചരിത്രത്തിൽ തെളിഞ്ഞു നിൽക്കുമ്പോഴാണ് കൃത്യമായ റെഫറൻസ് സഹിതം ഇപ്പോഴും ഇടതുപക്ഷം എന്താണ് നമ്മളെ കൂവിത്തോപ്പിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തു തന്നെയായിരുന്നാലും ഇത് ചെറിയൊരു ട്രെയിലർ മാത്രമാണ്. പിക്ചർ അബി ബാക്കി ഹേ എന്ന് പറയുന്നത് പോലെ കാണ്ടം പോലെ ഇത് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത് ഒരു മാൻഡേറ്ററി സ്റ്റോറിയാണ്. സ്വാതന്ത്ര്യദിനത്തിൽ ഈ സ്റ്റോറി എടുത്തില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു നിമ്മതി കിട്ടൂല. ശങ്കുട്ടിദാസിൻ്റെ പോസ്റ്റാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇത് 12 ഫെബ്രുവരി 2024 ഒരു പോസ്റ്റാണ്. പക്ഷേ ഇത് ചത്താലും ഇനി ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ഔട്ട്ഡേറ്റഡ് ആവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ശരി.